AKG ദിനവും ഏറ്റവും ഒടുവിൽ കേജ്രിവാളിൻ്റെ അറസ്റ്റിൽ പ്രതിഫലിക്കുന്ന മോഡി ഗവൺമെൻറ്റിൻ്റെ നഗ്നമായ സ്വേച്ഛാധിപത്യ ഭീകരണ പ്രവർത്തന ശൈലിയും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന അടിയന്തരാവസ്ഥയാണ്. മോഡി ഭരണത്തിൻ്റെ പോക്കിനെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്നാണ് പൊതുവിൽ വിശേഷിപ്പിച്ച് പോന്നിരുന്നത്. എന്നാൽ മോഡിയുടെ ഗവൺമെൻറ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ശ്രീമതി ഇന്ദിരാഗാന്ധിയെ AKG പെൺ ഹിറ്റ്ലർ എന്നാണ് വിശേഷിപ്പിച്ചത്. ആ ഓർമ്മയിൽ നരേന്ദ്രമോദിയെ ഇന്ത്യൻ ഹിറ്റ്ലർ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടും ഉചിതമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് കാരണമായി പറയുന്നത് ഡൽഹി ക്യാപിറ്റൽ ടെറിട്ടറി റീജിയണിൽ കേജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി ഗവൺമെൻറ് 2021 നവംബറിൽ അവരുടെ മദ്യനയം പുതുക്കുകയുണ്ടായി. ആ മദ്യനയം പുതുക്കിയത് പ്രകാരം സ്വകാര്യ സംരംഭകർക്ക് ഈ മദ്യമേഖലയിൽ സ്വാതന്ത്ര്യം നൽകുകയാണ് ചെയ്തത്. ഇങ്ങനെ പല മേഖലകളെയും സ്വകാര്യവൽക്കരിക്കുന്ന നയം നരേന്ദ്രമോദി ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ആ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ നയമാണ് ഫലത്തിൽ ആം ആദ്മി പാർട്ടി മദ്യ നയത്തിൻ്റെ കാര്യത്തിൽ ഡൽഹിയിൽ സ്വീകരിച്ചത്. കോൺഗ്രസും ഇതുപോലെല്ലാം സ്വകാര്യവൽക്കരിക്കുന്ന നയം പിന്തുടരുകയായിരുന്നു. അപ്പം സാമ്പത്തിക രംഗത്ത് കോൺഗ്രസും BJPയും പിന്തുടരുന്ന സ്വകാര്യവൽക്കരണ നയം മദ്യമേഖലയിൽ ആം ആദ്മി പാർട്ടി സ്വീകരിച്ചു 2021 നവംബറിൽ. ഇതിനെക്കുറിച്ച് വിവാദമുണ്ടായതിനെ തുടർന്ന് 2022 ജൂലൈയിൽ ആ നയം ഡൽഹി ഗവൺമെൻറ് പിൻവലിച്ചു. 7-8 മാസം മാത്രം നിലനിന്ന ഒരു നയമാണിത്. ആ നയത്തിൻ്റെ പേരിലാണ് നരേന്ദ്രമോദിയുടെ പതിവ് പരിപാടി. നരേന്ദ്രമോദിയുടെ സേവകരായി നിൽക്കുന്നവർക്ക് എന്ത് അഴിമതിയും കാണിക്കാം. അഴിമതി ആരോപണങ്ങൾക്ക് വിധേയരായ അതിനകത്ത് ചില ആരോപണങ്ങൾ ശരിയുമാകാം. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ, അതിന് തെളിവുണ്ടാവണം. പക്ഷെ കോൺഗ്രസിൻ്റെ ചില വലിയ നേതാക്കന്മാർ നടത്തിയ വലിയ അഴിമതികൾ, അതിന് CBI അന്വേഷണം ആരംഭിക്കുന്നു. ആരോപണ വിധേയരായ അഴിമതി നടത്തിയ കോൺഗ്രസ് നേതാക്കന്മാർ BJP ചേരുന്നതോടുകൂടി അന്വേഷണം മുഴുവൻ നിർത്തിവെക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ BJPക്കും മോഡിക്കും മറ്റൊരു പേര് കൂടിയുണ്ട്, വാഷിംഗ് മെഷീൻ. എത്ര വലിയ അഴിമതിക്കാരെയും BJPയുടെ ഈ വാഷിംഗ് മെഷീനിലേക്ക്, നരേന്ദ്രമോദിയുടെ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടാൽ അഴുക്കെല്ലാം അവർ മാറ്റിയിട്ട് കളഞ്ഞ് പുറത്തു കൊണ്ടുവരും. ബുൾഡോസർ ഒന്നും കൂടെ ഒരു പേരുണ്ട് BJPക്ക്. അപ്പം എന്തായാലും ഇപ്പം അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ഈ നടപടിയിലൂടെ നഗ്നമായ സ്വേച്ഛാധിപത്യ ഭീകരഭരണത്തിലേക്ക് നരേന്ദ്രമോദി ഗവൺമെൻറ് പോകുന്നു എന്നാണ്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു ധൈര്യം വേണ്ടത്ര മോഡിക്കും BJPക്കും ഇല്ല എന്നുകൂടി ഇത് വെളിപ്പെടുത്തുന്നുണ്ട്. അതിനൊരു കാരണം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി കണ്ടുപിടിച്ചാണ് ഇലക്ഷൻ കമ്മീഷനിലേക്ക് 2 പേരെ പുതുതായിട്ട് നോമിനേറ്റ് ചെയ്തത്. ഇലക്ഷൻ കമ്മീഷനിൽ ഇപ്പോൾ ഉള്ള 3 പേരും മോഡിയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് മോഡിക്ക് വേണ്ടിയുള്ള ഉത്തരവുകളെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിക്കുമെന്നാണ് നമ്മളെല്ലാം കരുതിയത്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷന് അതിൻ്റെ ഒരു വിശ്വാസ്യത കുറച്ചെങ്കിലും നേടിയെടുക്കണമെന്ന് താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് എല്ലാവർക്കും സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഊതിപ്പെരിപ്പിച്ച നേട്ടങ്ങളെക്കുറിച്ച് മെസ്സേജ് അയക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണെന്ന് ഈ മോഡിയുടെ സേവകരാണെന്ന് ധരിച്ചിരുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രഖ്യാപനമുണ്ടായി.
അത് മോഡിക്കൊരു പ്രഹരമായിരുന്നു. അതുപോലെ തന്നെ സുപ്രീം കോടതി മോഡിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അധികം ഉത്തരവുകളൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ച് സുപ്രീം കോടതി വിശ്വാസം നേടിയെടുക്കാൻ ശ്രമിച്ചത് ഈ ഇലക്ട്രൽ ബോണ്ട് കേസിലാണ്. CPI അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോമിനോടൊപ്പം CPM-ഉമാണ് സുപ്രീം കോടതി പോയിട്ട് ഈ ഇലക്ട്രൽ ബോണ്ട് നഗ്നമായ അഴിമതിയാണെന്ന് വാദിച്ചത്. അത് സുപ്രീം കോടതി അംഗീകരിച്ച് മോഡിയുടെ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഭരണഘടനാ ലംഘനമാണെന്നാണ് ഭരണഘടനാ ബെഞ്ച് വിധിച്ചത്. അതിന് പുറമെ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു കിഴുക്ക് മോഡിക്ക് കൊടുത്തു സുപ്രീം കോടതി. എന്താ അത്? സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ, അതിൽ മോഡി ഗവൺമെന്റിന് വിരുദ്ധമായി എന്തെങ്കിലും വിമർശനങ്ങളുണ്ടെങ്കിൽ അത് വസ്തുതയല്ല എന്ന് പറഞ്ഞ് അവയെല്ലാം സെൻസർ ചെയ്യാൻ, അവയെല്ലാം നിരോധിക്കാനുള്ള ഒരു ഉത്തരവ് PIBക്ക് അധികാരം കൊടുത്തുകൊണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. സുപ്രീം കോടതി പറഞ്ഞു ഇത് ഭരണഘടനാ ലംഘനമാണ്, അറിയാനുള്ള പൗരന്മാരുടെ അവകാശം, ആശയപ്രചാരണത്തിനുള്ള അവകാശം ഇത് നിഷേധിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മോഡിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുൻകൈ കിട്ടുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മോഡി പുറപ്പെടുവിച്ച ഒരു ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. അപ്പോൾ മോഡിക്ക് തോന്നി തൻ്റെ അഴിമതികളെയും തോന്നിവാസങ്ങളെയും സ്വേച്ഛാധിപത്യ നടപടികളെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതിയും ഇനി തുടർച്ചയായി ചോദ്യം ചെയ്തു എന്ന് വരും. അവരെ ഭയപ്പെടുത്താൻ വേണ്ടി കൂടിയാണ്. പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെ ഭയപ്പെടുത്തുക എന്നുള്ള പൊതു സമീപനത്തിന് മാത്രമല്ല ഈ കേജ്രിവാളിൻ്റെ അറസ്റ്റ് ഉപയുക്തമാവുന്നത്. സുപ്രീം കോടതിയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും പേടിപ്പിക്കാൻ വേണ്ടി കൂടിയാണ്. ഒരു കാര്യം കൂടി ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളൂ. മാസങ്ങൾക്ക് മുമ്പ് ഡൽഹി ഉപമുഖ്യമന്ത്രി എന്താണ് നമ്മുടെ സിസോദിയ, പ്രായമായിട്ട് ഓർമ്മശ, സിസോദിയെ അറസ്റ്റ് ചെയ്തപ്പോൾ കോൺഗ്രസ് എന്താണ് പറഞ്ഞതെന്ന് ഞാൻ മറന്നിട്ടില്ല. മറവിയുണ്ടെങ്കിലും എന്താ കോൺഗ്രസ് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഉപമുഖ്യമന്ത്രി സിസോദിയെ മാത്രം അറസ്റ്റ് ചെയ്താൽ പോരാ, അരവിന്ദ് കെജ്രിവാളിനെ കൂടി അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞത് നിങ്ങളുടെ എല്ലാം ആർക്കൈവൽ ഫുട്ടേജിൽ ഉണ്ടാവും. അപ്പം ഇത്രമാത്രം അബദ്ധ സമീപനം, ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് കോൺഗ്രസ് പാർട്ടി പിന്തുടരുന്നത്. ഇപ്പോൾ എന്തായാലും കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനെ കോൺഗ്രസ് നേതൃത്വം അപലപിച്ചിട്ടുണ്ട്. പക്ഷേ ജനാധിപത്യ സ്വാതന്ത്ര്യം വീണ്ടെടുക്കാൻ വേണ്ടി വിപുലമായ ബഹുജന ഐക്യം രൂപപ്പെടുത്തേണ്ട സമയത്ത് തങ്ങൾക്കിഷ്ടപ്പെടാത്തവരെ അറസ്റ്റ് ചെയ്യുന്നതിനെ ന്യായീകരിക്കുന്ന വിഡ്ഢിത്തപൂർണമായ രാഷ്ട്രീയമാണ് കോൺഗ്രസ് പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിക്കാൻ ജനങ്ങൾക്ക് കഴിയും. കേജ്രിവാളിൻ്റെ അറസ്റ്റ് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ അന്ത്യത്തിൻ്റെ തുടക്കമാണ്.